ഹലോ എവ്രി വൺ. BSc ബിടെക്കോ കഴിഞ്ഞ ഒരാളാണോ നിങ്ങൾ? ഇനി മുന്നോട്ട് പഠിക്കണോ, അതോ എന്തെങ്കിലും ജോലിക്ക് പോകണോ, എന്തെങ്കിലും കോഴ്സസ് പ്രത്യേകിച്ച് എടുത്ത് ഒന്നുകൂടി നിങ്ങളുടെ സ്കില്ലൊക്കെ അഡ്വാൻസ് ചെയ്യണോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ BSc ബിടെക്കോ കഴിഞ്ഞ ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതൊന്നുമല്ലാതെ സാലറി ലക്ഷങ്ങളിൽ നേടുന്ന ഒരു ജോലിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ആലോചിച്ചാലോ. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിടെക് കഴിഞ്ഞവർക്കും BSc കഴിഞ്ഞവർക്കും, അത് ഏത് സ്ട്രീമിലാണെങ്കിലും കുഴപ്പമില്ല, ഇത്തരത്തിലുള്ളവർക്ക് എലിജിബിലിറ്റി ഉള്ള 13 lakh CTC വരുന്ന, അതായത് ഒരു വർഷം 13 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം നേടാവുന്ന ഒരു ജോലിനെ പറ്റി പറയാനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ പറയാൻ വരുന്ന ജോലി AAIയുടെ, അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ATC, എയർ ട്രാഫിക് കൺട്രോളർ എന്ന ജോലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസ് ആകാശത്തിലായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും എയർപോർട്ട്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ എയർപോർട്ടിലും ഏറ്റവും ഹൈറ്റിൽ ഇങ്ങനെ ഒരു ടവർ കാണാൻ പറ്റും അല്ലേ? ഇതാ ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ അത് ക്ലിയർ ആയിട്ട് കാണാം. ഇത്തരത്തിലുള്ള ഒരു ടവറിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ എയർ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറുടെ ജോലി. സോ ബേസിക്കലി റൺവേയിലേക്ക് വരുന്നതും, അതായത് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതുമായിട്ടുള്ള എയർപ്ലെയിൻസിന് കൃത്യമായ നിർദ്ദേശം നൽകി ആ ട്രാഫിക് വളരെ ഈസി ആയിട്ട്, വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറുടെ ജോലി. ഓക്കെ, സോ ബേസിക്കലി അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ, ഈ ATC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് എന്നാണ് അല്ലേ? നമ്മുടെ ട്രാഫിക് പോലീസ് റോഡിലെ ട്രാഫിക് ഗതാഗതം നിയന്ത്രിക്കുന്നത് പോലെ എയർ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളറെയാണ് നമ്മളിവിടെ ATC എന്ന് പറയുന്നത്. സോ എയർ ഫീൽഡിൻ്റെ ജനറലാണ് ATC എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ടേക്ക് ഓഫും ലാൻഡിങ്ങും മാത്രമല്ല, എയർ സ്പേസിൽ ഉള്ള ആകാശം, അതായത് എയർ സ്പേസിലുള്ള ഏതൊരു വിമാനത്തിൻ്റെയും പൈലറ്റിന് ഭൂമിയുമായിട്ടുള്ള ഒരേ ഒരു ബന്ധം അതാത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ATCകൾ മാത്രമായിട്ടായിരിക്കും. അല്ലാതെ ഇവർക്ക് ഭൂമിയുമായിട്ട് വേറെ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. സോ എയർ സ്പേസിലുള്ള മൊത്തം ട്രാഫിക്കിനെയും ഇതുപോലെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് സ്മൂത്തായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ATCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ജോലിയാണ്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരുപാട് പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി, അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും വരുന്നത് ഈ ഒരു ATCയുടെ മുകളിലാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം. പൈലറ്റ്സ് പ്ലെയിനുകളാണ് പറത്തുന്നത് ആക്ച്വലി, പക്ഷേ പൈലറ്റ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ഫ്ലൈ ചെയ്യാൻ സഹായിക്കുന്നത് ATCകളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റിനെ പറ്റി നോക്കാം. സോ സാധാരണ പല ഗവൺമെൻറ് എക്സാംസിനും 10th എലിജിബിലിറ്റി വരാറുണ്ട്, 12th വരാറുണ്ട്, ഡിഗ്രി വരാറുണ്ട്. എന്നാൽ ഈ എക്സാമിൻ്റെ എലിജിബിലിറ്റി ഇതൊന്നുമല്ല. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാകണം, പക്ഷേ ഏതെങ്കിലും ഡിഗ്രി പോരാ. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡിഗ്രിയിൽ ഫിസിക്സും മാത്സും ഏതെങ്കിലും ഒരു സെമിസ്റ്ററിൽ നിങ്ങൾ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ കാണിക്കാൻ പറ്റണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സും എഞ്ചിനീയറിംഗ് മാത്സും പഠിച്ചിട്ടുണ്ട്. അത് ബിടെക്കിൻ്റെ ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്ന 2 സബ്ജക്റ്റുകളാണിത്. സോ നിങ്ങളുടെ ബിടെക്കിലോ BEയിലോ നിങ്ങൾ ഇത് മാത്സും ഫിസിക്സും പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. ഇനി BSc എടുത്ത് പഠിക്കുന്നവർക്കറിയാം, നിങ്ങളിപ്പോൾ BSc കെമിസ്ട്രി എടുത്താലും അതിൽ മാത്സും ഫിസിക്സും സബ്ജക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഏത് BSc എടുത്തിട്ടുണ്ടെങ്കിലും, അതല്ല നിങ്ങൾ ഏത് സയൻസ് ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിലും മാത്സും ഫിസിക്സും സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് എലിജിബിൾ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഒരു എലിജിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. അത് ബേസിക്കലി നിങ്ങളുടെ 60% മാർക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണമെന്നേ പറയുന്നുള്ളൂ. അത് ഡിഗ്രിയിലല്ല, നിങ്ങളുടെ 10th-ലും 12th-ലും ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി പറയാനുള്ള ഒരു മറ്റു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ ആണ്. സോ ഏജിൻ്റെ ലിമിറ്റ് സാധാരണ 27 വയസ്സാണ് ഇവിടെ പറയുന്നത്. അപ് ടു 27 ഇയേഴ്സ്, 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത് ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ ഏജ് ലിമിറ്റ് ആണ്. എന്നാൽ ഇനി അതല്ല, നിങ്ങൾ SC ST കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC-കാർക്കാണെങ്കിൽ അവിടെ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷനും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ സെലക്ഷൻ പ്രോസസ്സ്, അതായത് സിംഗിൾ സ്റ്റേജ് എക്സാമിലൂടെയാണ് ഈ എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. സോ ഇവിടെ ഈ ഒരു എക്സാമിന് 120 മാർക്സ് ആണ് വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യന് 1
മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും തന്നെ ഇല്ല എന്നാണ്. അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കിട്ടും, തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് പോലും നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി സാധാരണ എല്ലാ എക്സാംസിലും ഉള്ളതുപോലെ തന്നെ ഒരു ജനറൽ പേപ്പർ ഈ എക്സാമിനുമുണ്ട്. ഈ ജനറൽ പേപ്പറിൽ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷ് ലാംഗ്വേജും GKയും വരുന്നുണ്ട്. സോ ഈ ജനറൽ പേപ്പർ ആകെ 60 മാർക്കിനാണ്. അതിനുശേഷം നിങ്ങളുടെ ടെക്നിക്കൽ പേപ്പർ. അപ്പോൾ ടെക്നിക്കൽ പേപ്പർ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാകും അല്ലേ, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്നാണോ, ഇനി നിങ്ങളുടെ സ്ട്രീം ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കുമോ ക്വസ്റ്റ്യൻസ് വരെ, അഡ്വാൻസ് മാത്സ് ഒക്കെ ആണോ എന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ 11th-ലും 12th-ലും ക്ലാസ് 11 ആൻഡ് ക്ലാസ് 12ൻ്റെ ലെവലിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതും വീണ്ടും 60 മാർക്സിൽ തന്നെയാണ് ചോദിക്കുക. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിന് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒട്ടുമിക്ക കുട്ടികളും എടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ഇത് ബെറ്ററാണ്. IIT ലെവലിലല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിലും താഴെ ലെവലിലാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ലെവൽ കോച്ചിങ് കിട്ടിയതുകൊണ്ട്, എൻട്രൻസ് ലെവൽ കോച്ചിങ് കിട്ടിയവർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഈ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വോയിസ് ടെസ്റ്റും പിന്നെ മെഡിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റൊന്നുമല്ല, മെഡിക്കൽ റിക്വയർമെൻറ്റ്സും ഇല്ല. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അതായത് ക്രോണിക് ഇൽനെസ്സസ്, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം. പിന്നെ വോയിസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് വിക്ക്, അതായത് സ്റ്റാമറിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളോട് ഉറക്കെ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ഒക്കെ വായിക്കാൻ പറയും. അപ്പോൾ ഇത് മാത്രമാണ് അവിടെ വരുന്നുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡ്രഗ് ടെസ്റ്റ് ഉണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടില്ല. ഒത്തിരി പേരുടെ ജീവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അത്രയും റെസ്പോൺസിബിലിറ്റി വരുന്ന ജോലിയാണ്. സോ അതുകൊണ്ട് തന്നെ ഡ്രഗ് ടെസ്റ്റ് വളരെ ക്രൂഷ്യലാണ്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അത് അവിടെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് ഈ ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ജോലിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. സോ ബേസിക്കലി നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾ ചേർന്നതിന് ശേഷം, നിങ്ങൾ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഒരു 6 to 8 months നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് ഉണ്ടാകും. ആ ട്രെയിനിങ്ങിലും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് അല്ല, ആക്ച്വൽ സാലറി തന്നെയാണ് ലഭിക്കുന്നത്. സോ നമ്മുടെ ATCയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് സാധാരണ 13 lakhs ആണ് അവർ CTC പറയാറ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ലഭിക്കുന്നുണ്ടാവുക നിങ്ങളുടെ ബേസിക് പേ. സോ അത് ഏകദേശം 40,000 to 50,000 ആണ്. ഇപ്പോൾ 7th പേ കമ്മീഷനാണ് നിലവിലുള്ളത്. അടുത്ത വർഷം മുതൽ, അതായത് 2026ൻ്റെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് 8th പേ കമ്മീഷൻ ആവും. സോ ബേസിക് പേ വീണ്ടും കൂടും. സോ ബേസിക് പേയും ഡിയർനെസ് അലവൻസും മറ്റ് ചില ചെറിയ അലവൻസുകളും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ സമയത്തിൽ തന്നെ 60,000 to 70,000 നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ലഭിക്കും. ഇത് ട്രെയിനിങ്ങിൻ്റെ സമയത്താണ്. ഈ ട്രെയിനിങ്ങിന് ശേഷമാണ് നിങ്ങളുടെ ആക്ച്വൽ പോസ്റ്റിംഗ് കിട്ടുന്നത്. ആക്ച്വൽ പോസ്റ്റിംഗ് കിട്ടി 1 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ റിവ്യൂ, റേറ്റിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും. അപ്പോൾ റേറ്റിങ്ങിൻ്റെ കൂടെ വേറെ അലവൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ് അലവൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് അതൊരു മാൻഡേറ്ററി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അല്ലാതെ ജനറൽ ഷിഫ്റ്റും അവൈലബിൾ ആണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് വേറെ അലവൻസ് ലഭിക്കും, HRA ലഭിക്കും, യൂണിഫോം അലവൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം ചേർത്ത് ഏകദേശം 12 lakh to 15 lakh ആണ് നിങ്ങൾ ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് ഒരു 1.5 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സാലറി വരും. ഓക്കെ, സോ ട്രെയിനിങ് കഴിഞ്ഞ് ജോലിയിൽ കയറി നിങ്ങളുടെ പോസ്റ്റിംഗ് കഴിഞ്ഞ് 1 year കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സാലറി ഡെഫിനറ്റ്ലി 1 lakhൻ്റെ അബവ് പോകും. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെ വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ താമസം 5-star ഹോട്ടൽസിലായിരിക്കും. പിന്നെ അക്കോമഡേഷൻ, ഫുഡ് എക്സ്പെൻസസ് എല്ലാം തന്നെ ഫ്രീ ആയിരിക്കും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അലവൻസും നിങ്ങൾക്ക് ലഭിക്കും. ദിവാലി ബോണസ് പോലെയൊക്കെയുള്ള ഫെസ്റ്റീവ് ബോണസുകൾ ലഭിക്കും. പിന്നെ ഇതൊരു PSUവിൻ്റെ കീഴിൽ വരുന്ന ആയത് കാരണം PSU അലവൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ അലവൻസും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സോ ടോട്ടലി 1 year കഴിയുമ്പോഴേക്കും 1 lakh അബവ് ആയിരിക്കും നിങ്ങളുടെ സാലറി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ പ്രൊമോഷൻ പാത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ടായിരിക്കും. അതിനുശേഷം മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് വരെ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ജോലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു എക്സാം ചൂസ് ചെയ്യണം, എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യണം എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് മാർക്കിംഗ് തന്നെയാണ് അല്ലേ. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഇങ്ങനെയൊരു എക്സാമിന് നിങ്ങൾക്ക് ഇത്രയും സാലറി തരുന്ന ഒരു എക്സാമിനെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും വേറെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല.
ഇനി ഇത് ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, അതായത് എയർപോർട്ടുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ എക്സ്പോഷർ, കാരണം നിങ്ങൾ പലപ്പോഴും കൊളാബറേറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന പൈലറ്റ്സ് ആയിട്ടും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ വളരെയധികം നല്ലൊരു എക്സ്പോഷറിന് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊരു ഡെഫിനറ്റ്ലി സെക്യൂർ ആയിട്ടുള്ള ജോബാണ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് ഈ ഒരൊറ്റ ജോലിക്കാണ്. ആൻഡ് ഇതിന് വേണ്ട യോഗ്യതയാണെങ്കിലോ ജസ്റ്റ് നിങ്ങളുടെ BSc അല്ലെങ്കിൽ BTech. ഓക്കെ, സോ 1 എക്സാം നിങ്ങളുടെ ലൈഫ് മുഴുവനായിട്ട് ചേഞ്ച് ചെയ്യും. സോ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതൊരു ഡിഗ്രി അല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട. ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ വരുന്ന മാർച്ചിലാണ്. പക്ഷേ ഈ എക്സാമിന് ഉള്ളൊരു മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് 1.5-2 മാസം കൊണ്ട് തന്നെ ആക്ച്വലി എക്സാം നടക്കും. ഇതുവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മണ്ടത്തരായി പോകും. കാരണം എക്സാം എന്തായാലും 2 മാസം കൊണ്ട് നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. സോ ഈ കോഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് വരുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വരുന്നുണ്ട്. എക്സാമിൻ്റെ ഇതുപോലെ തന്നെ അതേപോലെ വെയിറ്റേജ് വരുന്ന മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്, ക്വിസുകൾ വരുന്നുണ്ട്. ത്രൂ ഔട്ട് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ലഭിക്കും. അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാനും എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ മറക്കണ്ട, എക്സാമിന് നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കാരണം വൈകുന്തോറും നമുക്ക് എക്സാമിന് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ടു ബി ഫ്രാങ്ക് കുറയാണ്. 120 മാർക്സിലാണ്. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എപ്പോഴും 100 അബവ് എന്തായാലും കട്ട് ഓഫും വരാറുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. ഇനി ഇതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് സജഷനായിട്ട് കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.